പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏതൊരു യുദ്ധവും നമുക്ക് നമ്മളുടെ മുട്ടുമേൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അമ്മമാരുടെ പ്രാർത്ഥന. ഒരമ്മ മുഴങ്കാലിന്മേൽ നിന്നാൽ അവിടെ അസാധ്യമായതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. എത്ര മത്സര ഹൃദയമുള്ള തലമുറയെയും കീഴടക്കുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നമുക്കറിയാം, ഹന്ന തൻ്റെ മകനെ ദേവാലയത്തിൽ ഏലി പുരോഹിതന്റെ കരത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നില്ല ഹന്ന പോയി കിടന്ന് ഉറങ്ങിയെന്ന്. അവൾ മുഴങ്കാലിൽ നിന്ന് ആ മകനായ ഇടിവിൽ നിന്ന് കാണും. പ്രാർത്ഥിച്ച് ലഭിച്ച സന്തതിയല്ലേ. ഹന്നയുടെ പ്രാർത്ഥന എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്കറിയാം. ആ മകൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ശമൂവേൽ കേവലം ഒരു വ്യക്തിത്വമായി ജീവിച്ചങ്ങ് തീരുകയല്ലായിരുന്നു. അദ്ദേഹം ദേശം അറിയപ്പെടുന്ന, അനേകരെ ദൈവത്തിലേക്ക് നയിക്കുന്ന, സത്യവും തെറ്റും വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനായി തീർന്നു. ശമൂവേൽ നന്നായി വളരുവാൻ പറ്റിയ സാഹചര്യത്തിലൊന്നുമല്ല താൻ വളർന്നത്. ഏലി പുരോഹിതന്റെ മക്കൾ ദൈവഹിതത്തിന് വിരോധമായി നിന്ന സ്ഥാനത്താ ശമൂവേലും വളർന്നത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ശമൂവേലിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നൊരമ്മയായിരുന്നു. എത്ര ഹീനമായ സാഹചര്യത്തിൽ നമ്മളുടെ മക്കൾ ചെന്നുപെട്ടാലും അതൊന്നും നമ്മളുടെ മക്കളെ സ്വാധീനിക്കാതെ അവരെ വ്യത്യസ്തരായി നിലനിർത്തുവാൻ കഴിയുന്നതാ നമ്മളുടെ പ്രാർത്ഥന. അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാ. വലിയ യുദ്ധം ചെയ്യുന്നതിന് തുല്യമാ ഒരു അമ്മ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നല്ല അനുഭവമുണ്ട്. എൻ്റെ മമ്മി, എന്നെ പ്രസവിച്ച് വളർത്തിയ എൻ്റെ മമ്മി ഒരു പ്രാർത്ഥനാ വീരയാ. എപ്പോഴും താൻ പ്രാർത്ഥിക്കും. രാത്രിയുടെ യാമങ്ങളിൽ മമ്മിയുടെ റൂമിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശബ്ദം എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്കത് കേൾക്കുവാൻ സാധിക്കും. എപ്പം നോക്കിയാലും എൻ്റെ മക്കൾ പറയും, മമ്മി, അമ്മച്ചി എപ്പോഴും പ്രേയറിലാണല്ലോ. മമ്മിയുടെ കണ്ണുനീരും പ്രാർത്ഥനയും എന്നെ, എൻ്റെ കുടുംബത്തെ, ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷയെ, കർത്താവ് ഞങ്ങൾക്ക് തന്ന മക്കളെയെല്ലാം ശക്തമായി നിർത്തുന്നു. ഞാൻ എപ്പോഴും പറയും, മമ്മിയുടെ പ്രേയറാ, കണ്ണുനീരോട് കൂടെ പ്രാർത്ഥിക്കുന്നത്, അത് ഞങ്ങൾക്കൊരു ഭയങ്കര ബലമാണ്. മമ്മി മാത്രമല്ല, എനിക്ക് അനേക അമ്മമാരുണ്ട്. എനിക്ക് കർത്താവ് തന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കും. അതുപോലെ നമ്മളുടെ ചർച്ചിലെ അമ്മമാരുണ്ട്, ആൻറ്റിമാര്. ഒരു വിഷയം അങ്ങോട്ട് കൊടുത്താൽ മുഴങ്കാലിൽ നിന്ന് ഇടിവിൽ നിൽക്കും. അമ്മമാരുടെ പ്രാർത്ഥന അത് ഭയങ്കര പവർഫുള്ളാണ്. എന്നെ കേൾക്കുന്ന അമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നിങ്ങൾ മുഴങ്കാലിൽ നിന്നേ വാക്കുകൾ കൊണ്ട് പറയുവാനോ തീർക്കുവാനോ ഒന്നും പോകണ്ട. ഉപദേശിക്കുവാനോ കറക്റ്റ് ചെയ്യുവാനോ ഒന്നും പോകണ്ട. അതൊക്കെ ചെയ്തില്ലേ കഴിഞ്ഞ നാളുകളിൽ. ഇനിയും മുറി അടയ്ക്കുക, മുഴങ്കാലിൽ നിൽക്കുക, രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. കർത്താവ് നിങ്ങളുടെ വായിൽ തരുന്ന പ്രാർത്ഥനാ ശബ്ദം, വാചകങ്ങൾ, അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ചില സാഹചര്യങ്ങളിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നും അറിയത്തില്ല അല്ലേ. ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നൽകുന്ന അന്യഭാഷ, അത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയായി ട്രാൻസ്ലേറ്റ് ചെയ്തോളും. എന്നെ കേൾക്കുന്ന അമ്മമാരോട് ഞാൻ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പറയട്ടെ, നിങ്ങളില്ലാതെ ജയകരമായൊരു കുടുംബമില്ല. നിങ്ങളില്ലാതെ അനുഗ്രഹിക്കപ്പെട്ടൊരു സമൂഹം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ പേര് പുറമെ ആരും അറിയുന്നില്ലായിരിക്കാം, സ്റ്റേജിലൊന്നും നിങ്ങൾ വിളങ്ങുന്നില്ലായിരിക്കാം, ആരും അപ്രീഷിയേറ്റ് ചെയ്യുവാനില്ലായിരിക്കാം. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ടല്ലോ, അതിൻ്റെ ഫലമാ ഇന്ന് നിങ്ങളുടെ തലമുറയും സഭയും സമൂഹവും ഒക്കെ അനുഭവിക്കുന്ന സന്തോഷവും അനുഗ്രഹങ്ങളും. പ്രാർത്ഥന കുറയ്ക്കരുത്. കഴിഞ്ഞ നാളത്തിലെ കണ്ണുനീരുകൾ അത് തുരുത്തിയിലാക്കി അപ്പ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിലിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഡ്രോപ്പിനും റിവാർഡ് തരുന്നൊരു ദിവസമുണ്ട്. പ്രാർത്ഥന നിർത്തല്ലേ, കൂടുതൽ പ്രാർത്ഥിച്ചോ. ശക്തിയോടെ പ്രാർത്ഥിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. മറുപടി ഒന്നും ഉടനെ കണ്ടില്ലെങ്കിലും പ്രാർത്ഥന നിർത്തരുത്. കീപ് പ്രേയിങ്, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക.
ഒരു വലിയ യുദ്ധം നിങ്ങൾ പ്രാർത്ഥനയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ ശത്രു വിറയ്ക്കും. നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ പിശാചിൻ്റെ സ്ട്രാറ്റജീസ് പരാജയപ്പെട്ടു പോകും. അതെ, പുറമെ ആരും നിങ്ങളെ അറിയുന്നില്ലായിരിക്കാം, എന്നാൽ സ്വർഗം നിങ്ങളെ അറിയുന്നു. നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, മുട്ടുമടക്കുമ്പോൾ പരസ്യത്തിൽ കർത്താവ് മറുപടി തരും. നിങ്ങൾ രഹസ്യത്തിൽ തലമുറകൾക്കായി ഇടിവിൽ നിൽക്കുമ്പോൾ പരസ്യത്തിൽ കർത്താവ് നിങ്ങളുടെ തലമുറകളെ മാനിക്കും. എന്നെ കേൾക്കുന്ന എല്ലാ മാതാക്കളോടും അമ്മമാരോടും ഞാൻ പറയട്ടെ, ഒപ്പം അപ്പമാരോടും. എനിക്കറിയാം ഒരുപാട് പിതാക്കന്മാർ എൻ്റെ സന്ദേശം കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറയട്ടെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന അതൊരു ഭയങ്കര ശക്തിയുള്ളതാ, എന്തിനേയും സാധ്യമാക്കുന്നതാ. മുഴങ്കാലിന്മേൽ ഇരിക്കുക, കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്ത, പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാക്കളെയും പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഞാൻ സമർപ്പിക്കുന്നു. അവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗം ചലിക്കണമേ. അവരുടെ സന്തതികൾ, തലമുറകൾ ക്രിസ്തുവിൽ പ്രശസ്തരാകട്ടെ. അവരുടെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിൽ കളക്ട് ചെയ്യണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനാ വരത്താൽ ഓരോ അമ്മമാരെയും അപ്പമാരെയും അങ്ങ് നിറച്ചതിനായി സ്തോത്രം. താങ്ക് യു അപ്പ. പ്രാർത്ഥന ആത്മതലത്തിൽ നടക്കുന്ന വലിയ യുദ്ധമാണെന്ന് ഞങ്ങൾ അറിയുന്നു. വിഴുങ്ങുവാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങളെ മാറ്റുന്നത് ആ പ്രാർത്ഥന എന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ സമർപ്പിക്കുന്ന ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെ എല്ലാം അനുഗ്രഹിക്കുന്നപ്പാ. ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ശ്വാസമേ, ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Dear mothers and fathers, when you knee down, Satan trembles. നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ പിശാച് വിറയ്ക്കും. Keep praying. Bless you.